ചങ്ങായിമാരെ, ഞാനിതൊരു ചെറിയ കാര്യം പറയാൻ വന്നേട്ടാ. ചെറിയ കാര്യമാണ്, പക്ഷെ ഒരു വലിയ മനുഷ്യനെ കുറിച്ചാണ്. നമ്മളെ മമ്മൂക്കാനെ കുറിച്ച്, പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂക്കാനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാലോ വർഗീയമായ ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു സംഘീയ നേതൃത്വത്തിൽ. നമ്മൾ ചെറുപ്പത്തൊട്ടേ നമുക്ക് അങ്ങനെ ഒരു ഒരിക്കലും ചിന്തയുണ്ടായിട്ടില്ല. ഞാൻ ഹിന്ദുവാണ്, അവൻ മുസ്ലിമാണ്, മറ്റവൻ ക്രിസ്ത്യാനിയാണെന്ന് നമുക്ക് എവിടെ പറയേണ്ട വന്നിട്ടില്ല. നമ്മൾ അമ്പലങ്ങളിൽ ഞാൻ മുസ്ലിം പള്ളികളിൽ പോയിട്ട് മഞ്ഞച്ചോറ് വാങ്ങിയിട്ടുണ്ട്, എന്റെ വീടുകളിൽ കൊണ്ടു തന്നിട്ടുണ്ട്. പെരുന്നാളിന് ഞാൻ പോക്കുണ്ട്, അതുപോലെ ഓണത്തിനും വിഷുവിനും എന്റെ വീട്ടിലെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. പണ്ട് നമ്മളിതൊന്നും പറഞ്ഞു നടന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് അതെല്ലാം സ്റ്റാറ്റസ് ഇടേണ്ട അവസ്ഥ വരുന്നു. സത്യല്ലേ? നമുക്ക് സ്റ്റാറ്റസ് ഇട്ട് നമ്മളെ നാട്ടില് ഈ മതസൗഹാർദ്ദം കാണിക്കേണ്ട അവസ്ഥ വരുന്നു. പണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരുന്നതിന്റെ ഒരുപാട് കാരണങ്ങളിൽ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാല് മമ്മൂക്കയും ലാലേട്ടനാണ്. കാരണം ഈ രണ്ടുപേരും ജാതി മത ഭേദമന്യേ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. മമ്മൂക്കാനെ ഇഷ്ടപ്പെടുന്ന ഹിന്ദുക്കളായിരിക്കും എൻ്റെ ഇതിൽ ബഹുഭൂരിപക്ഷവും, ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരിക്കും. പക്ഷെ ഈ അടുത്ത കാലത്തായി ലാലേട്ടൻ വേറൊരു സെറ്റപ്പിലേക്ക് പോയി. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, ഞാൻ ഈ വീഡിയോ അതിനല്ല ഉപയോഗിക്കുന്നത്. പക്ഷെ മമ്മൂക്കാനാണ് ഇപ്പോഴും. ഇന്ന് ബസൂക്ക സിനിമേന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ മൂപ്പറിട്ടിന് മമ്മൂക്ക. നാളെയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ പ്രൊമോഷന്റെ പരിപാടി ഒന്നായിട്ട് പറയുന്നല്ല. മമ്മൂക്കാക്ക് ഈ സിനിമയുടെ പ്രൊമോഷൻ ഒന്നും വരാൻ കഴിയാ, സുഖമില്ലാത്തോണ്ട് വരാൻ കഴിയാത്തോണ്ട് മൂപ്പർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിന്. ഈ സിനിമ നാളെ ഇറങ്ങുന്നത് ഒരു പുതിയ സംവിധായകനാണെന്നെല്ലാം പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിനെ. 1 മണിക്കൂറായിട്ടുള്ളൂ, 50,000 ലൈക്ക്, 50K ലൈക്ക് അതിന് വരുന്നത്. ആർക്ക് കിട്ടും അതുപോലത്തെ ലൈക്ക്? കേരളത്തിൽ പോട്ട് ഇന്ത്യയിൽ ആരും കിട്ടും? നരേന്ദ്രമോദിക്ക് കിട്ടുക? നരേന്ദ്രമോദിക്ക് വരെ കിട്ടില്ല. ഇത് നോക്കിയിട്ട് എത്ര ആൾക്കാരാന്നറിയാം. ഇത് ഞാനൊരു വർഗീയത, ഞാനൊരു മതവും ജാതിയും കൂട്ടി പറയുന്നല്ലേട്ടാ. അതിന്റെ അടിയിൽ വന്ന കമന്റും ലൈക്കും എല്ലാം നോക്കുമ്പോൾ കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, മമ്മൂക്കാന്ന് വിളിച്ചിട്ട് അങ്ങനെ കമന്റ് ഇടുന്നു. ഇതാണ് നമ്മളെ. അതിലെനക്ക് തോന്നുന്നു സംഘികളും ഒരുപാടുണ്ടാവും. ഈ സംഘികള് മമ്മൂക്കാനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും. മമ്മദ് എന്നെല്ലാം വിളിച്ചിട്ട് വർഗീയവാദിയാന്നും പറഞ്ഞിട്ട്. പക്ഷെ അവരൊക്കെ അതിൽ വിജയിക്കാൻ കഴിയാത്തതുകൊണ്ട് അറിയാം. ഒരുപാട് സംഘികൾക്ക് മമ്മൂക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. മറ്റുള്ളവർക്ക് എതിരെ എല്ലാം വർഗീയ വിഷം തുപ്പും. ഇപ്പൊ ഗണേഷ് കുമാറിനെതിരെ സുരേഷ് ഗോപിനെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അറ്റാക്കിങ് ആ സംഘികൾ ഒറ്റയടിക്ക് അറ്റാക്ക് ചെയ്യും. പക്ഷെ മമ്മൂക്കെതിരെ സംഘികൾ അറ്റാക്ക് ചെയ്യില്ല. കാരണം അതിലൊരു പകുതി സംഘികൾക്ക് മമ്മൂക്ക് ജീവനാ. അവര് പറയും അത് വേണ്ട, മമ്മൂക്കാനെ തൊട്ടുള്ള കളി വേണ്ട. അതാണ് മമ്മൂക്ക. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവിടെയൊക്കെ വർഗീയത ഇല്ലാതാക്കുന്നതിൽ ഒരുപാട് മുന്നിട്ട് നിന്ന 2 വ്യക്തികളാണ്. അവര് പറഞ്ഞുകൊണ്ടല്ല, അവരഭിനയിച്ചിട്ട് അവരെ മലയാളി സ്നേഹിച്ചത്. അത് കാരണം നമുക്കന്നും ആ വർഗീയതയുടെ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല. മമ്മൂട്ടി, മോഹൻലാൽ, മമ്മൂക്ക ഇപ്പോ ആ ഒരു സെറ്റപ്പാണ്. നാളെ മൂപ്പറ സിനിമ ഇറങ്ങിയെന്ന് ഞാൻ നാളെ കാണുന്നൊന്നുമില്ല, പക്ഷെ എല്ലാരും കാണണം. നമ്മളെ നാട്ടിൽ നിന്ന് വർഗീയത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരുപാട് കാലം നമുക്ക് ജീവിക്കണം, ഒരുപാട് സിനിമ ചെയ്യണം. സംഘികൾ ഇങ്ങനെ ആക്രമിച്ചും മറ്റുള്ള രീതിയിലെല്ലാം ആക്രമിക്കും മമ്മൂക്ക. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഒരു പോസ്റ്ററിൽ ഇട്ടിട്ട് നമ്മളെ കേരളത്തിന്റെ ലോകത്തിന്റെ അഭിമാനം. പക്ഷെ നമ്മളെ അഭിമാനം നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കൂല, മരണത്തിന് വരെ വിട്ടുകൊടുക്കൂല. നമുക്ക് വേണം നിങ്ങളെ. മമ്മൂക്ക, ലവ് യു മമ്മൂക്ക, താങ്ക് യു മമ്മൂക്ക. കണ്ണ് നിറയുന്നേട്ടാ മമ്മൂക്ക എന്ന് പറയുമ്പോ. ശരി എന്നാല്.